അങ്ങനെ അതിതീവ്രമായ ആൾക്കാരുടെ ഒരു സ്നേഹം, അത് വി എസിന് അവസാനമായി കാണാനുള്ള ആ സ്നേഹം, അത് എല്ലായിടത്തും നമ്മൾ ആലപ്പുഴ ജില്ലയിൽ ഇറങ്ങി നടക്കുന്ന എല്ലായിടത്തും അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. വൈകുന്നേരത്തോടു കൂടി 4 മണിയോടുകൂടി സംസ്കാരം നടത്തണം എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അത് പ്രാവർത്തികമാകാനുള്ള സാധ്യത കുറവാണ്. പാർട്ടി CPM ഒന്നാകെ, മുഖ്യമന്ത്രി അടക്കമുള്ള CPM-ന്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും DC ഓഫീസിൽ തന്നെയാണുള്ളത്. CPM ഒന്നാകെ വി എസിന്റെ കൂടെ തന്നെ ഉണ്ട്. വി എസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ട്. ഇന്നലെ രാത്രിയിലെ ദൃശ്യങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ എം വി ജയരാജൻ വി എസിനെ ആ ബസ്സിൽ വെച്ചിരിക്കുന്നതിന്റെ വി എസ് കിടക്കുന്നതിന്റെ ഇടത് സൈഡിൽ എം വി ജയരാജൻ ഇങ്ങനെ ഇരിക്കുന്ന വിഷ്വൽസ്, അതിന് വലത് സൈഡിലായിട്ട് പുത്തലത്ത് ദിനേശൻ ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ, ജനറൽ സെക്രട്ടറി MA ബേബി വി എസിനെ കിടത്തിയിരിക്കുന്നതിന് തൊട്ട് സൈഡിലായിട്ട് ഇരിക്കുന്ന ദൃശ്യങ്ങൾ, അങ്ങനെ CPM-ന്റെ എല്ലാ നേതാക്കന്മാരും വി എസിന്റെ കൂടെ തന്നെയുണ്ട് വി എസിന്റെ അവസാന യാത്രയിൽ. അത് കേരളം ഒന്നാകെ ഏറ്റെടുത്ത് വി എസിന് അന്ത്യാഭിവാദം നൽകുകയാണ്. ആ മനുഷ്യനോട് ഉള്ള സ്നേഹം, ജനങ്ങൾക്കുള്ള സ്നേഹം, അത് അവിടെ മുതൽ തിരുവനന്തപുരം കഴിഞ്ഞ് കൊല്ലം കഴിഞ്ഞ് ആലപ്പുഴയിലേക്ക് എത്തിച്ചേരുമ്പോൾ കേരളത്തിൽ ഒന്നാകെ ഉള്ള ആലപ്പുഴയിലേക്ക് എത്തിച്ചേരുകയാണ്. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലുണ്ടായിരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആൾക്കാരായിരുന്നു, കൊല്ലം ജില്ലയിലുണ്ടായിരുന്നത് കൊല്ലം ജില്ലയിലെ ആൾക്കാരായിരുന്നു. ആലപ്പുഴയിലേക്ക് വരുമ്പോ കേരളത്തിൽ മറ്റ് 12 ജില്ലകളിലുള്ള എല്ലാ മനുഷ്യന്മാരും ഇവിടത്തേക്ക് എത്തിച്ചേരുകയാണ്. ഇപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു ദൃശ്യം, ഇന്നലെ PS അച്യുതാനന്ദനെ കഴക്കൂട്ടത്തും അതുപോലെ തന്നെ ചാത്തന്നൂരും, കഴക്കൂട്ടം എന്ന് പറയുന്നത് അത് ഒരു ഏതാണ്ട് ഒരു 11 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് കഴക്കൂട്ടത്തേക്ക് എത്തിച്ചേർന്നിരുന്നു. അതൊരു സാധാരണ സമയമാണെന്ന് പറയാം. പക്ഷേ കൊല്ലത്ത് ചാത്തന്നൂരിൽ വി എസിന്റെ വിലാപയാത്ര എത്തിച്ചേരുന്നത് ഏതാണ്ട് ഒരു 3:30-4 മണി സമയത്താണ്. 3:30-4 മണി സമയത്ത് എത്തിച്ചേരുമ്പോ അവിടെ ജനം ഇങ്ങനെ ആർത്തി ഇരമ്പുകയാണ്. അവര് കാത്തിങ്ങനെ നിൽക്കുകയാണ്. മണിക്കൂറുകളോളമായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്ന ജനത്തെയാണ് ഇന്നലെ പുലർച്ചെ 3:30-ക്ക് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമുക്ക് ആലോചിച്ചാൽ യഥാർത്ഥത്തിൽ ഇത്രയധികം മനുഷ്യർ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സഹായം കിട്ടിയതിന് നന്ദി പറയുന്ന നിലയിലായിരിക്കില്ലല്ലോ ഈ വരുന്നുണ്ടാവുക. യഥാർത്ഥത്തിൽ അവരെ അതിനെ പ്രചോദിപ്പിക്കുന്ന ഘടകം എന്താണ്? ഇപ്പൊ വി എസ് ഒരു പാവപ്പെട്ടവന്റെ അവസാനത്തെ ആശ്രയമാണ് എന്ന തോന്നൽ അവരിൽ എല്ലാവർക്കും ഉണ്ടാവും. അത് ഒരു പൊതു വികാരമായി വളരുന്നതിന്റെ ഒരു കാഴ്ച കൂടിയല്ലേ നമ്മൾ കാണുന്നത്. അതെങ്ങനെയാണ് അതിനെ നമുക്ക് എങ്ങനെയാണ് വിശദീകരിക്കാൻ കഴിയുക? വി എസ് ഏറ്റെടുത്ത ഒരു സമര രൂപമുണ്ട്. അത് സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങളോട് വി എസ് സ്വീകരിച്ച സമീപനമായിരിക്കാം വി എസ് അച്യുതാനന്ദൻ ഇത്രയും ജനകീയനാക്കി മാറ്റിയത്. പ്രമോദൻ അറിയായിരിക്കും, വി എസ് അച്യുതാനന്ദൻ ഇത്രയും ജനകീയമായ പ്രതിച്ഛായയിലേക്ക് ഉയരുന്നത് ഒരുപക്ഷെ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്തല്ല. വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്ന സമയത്ത് 2001-ൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി വരുന്നത് എല്ലാ അനീതിക്കെതിരെയുമുള്ള പോരാട്ടത്തിന്റെ പ്രതിബിംബമായി വി എസ് മാറുകയാണ്. അത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയമായാലും, സ്ത്രീകളുമായി ബന്ധപ്പെട്ട സ്ത്രീകൾക്കെതിരായ അതിക്രമവുമായി ബന്ധപ്പെട്ട വിഷയമായാലും, അഴിമതിക്കെതിരായ വി എസിന്റെ പോരാട്ടമായാലും എല്ലാ അനീതികൾക്കുമെതിരെയുള്ള പോരാട്ടത്തിന്റെ പ്രതിബിംബമായി കേരളത്തിന്റെ മുന്നിലേക്ക് പ്രതിഷ്ഠിക്കപ്പെടുകയായിരുന്നു വി എസ് അച്യുതാനന്ദൻ. അത് തന്നെയാണ് ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പൊ രാവിലെ ക്യൂ നിന്നൊരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അവര് കാസർഗോഡ് നിന്ന് വരുന്ന സ്ത്രീയാണ്. അവര് കണ്ണ് നിറഞ്ഞുകൊണ്ടല്ലാതെ വി എസിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഒരു പക്ഷേ വി എസ് അച്യുതാനന്ദൻ നടത്തിയ സ്ത്രീ പോരാട്ടങ്ങളുടെ ഉള്ള സ്നേഹമായിരിക്കാം അവർക്ക്. വി എസ് അച്യുതാനന്ദനോടുള്ള സ്നേഹം, വി എസ് അച്യുതാനന്ദൻ നടത്തിയ സ്ത്രീ പോരാട്ടങ്ങളോടുള്ള സ്നേഹമായിരിക്കാം. അഴിമതിക്കെതിരായ വി എസിന്റെ പോരാട്ടങ്ങൾ, വി എസ് അച്യുതാനന്ദൻ ഏറ്റവും ഒടുവിൽ 96-ാമത്തെ വയസ്സിലാണ്. അതായത് എന്റെ വ്യക്തിപരമായ ഒരു ഓർമ്മ കൂടിയാണ്. ഒരു നിമിഷം സൈഫ്, ഇപ്പൊ നമ്മളൊരു ആകാശ ദൃശ്യം കാണിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ അത് വേലിക്കകത്ത് വീട്ടിൽ നിന്നാണ് എങ്കിൽ നമ്മൾ ഈ പറയുന്നതൊന്നും അല്ല വസ്തു. അതിനകത്ത് ഒരുപാട് അതിൽ കൂടുതൽ ആളുകൾ ഇപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട് എന്നൊരു തോന്നലാണ് നൽകുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്, ഒരു ആകാശ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എത്ര സമയം കൂടെ അവിടെ ഒരു ഒറ്റവരി ക്യൂവിലേക്ക് അത് മാറുന്നുണ്ട് എങ്കിൽ തന്നെയും പുറകിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും സൈഫ് പറഞ്ഞത് തുടരാം. അത് വി എസിന്റെ ഈ പോരാട്ടങ്ങൾ, അത് എനിക്ക് ഏറ്റവും ഒടുവിൽ ഓർമ്മ, വ്യക്തിപരമായ എന്റെ ഒരു ഓർമ്മയായിട്ട് എനിക്ക് തോന്നുന്നത് വി എസിന്റെ അഴിമതിക്കെതിരായ പോരാട്ടം. അപ്പോൾ പലതരത്തിലുള്ള പോരാട്ടങ്ങൾ നിയമസഭയിൽ കണ്ടിട്ടുണ്ട്, അല്ലാതെ നമ്മൾ കണ്ടിട്ടുണ്ട്. അഴിമതിക്കെതിരായ വി എസിന്റെ പോരാട്ടവുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നത് 95-ാമത്തെ 96-ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു.
മൈക്രോസോഫ്റ്റ് വിവാദവും മൈക്രോ ഫിനാൻസ് വിവാദവുമായി ബന്ധപ്പെട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ BDJS എന്ന പാർട്ടിക്ക് പിന്തുണ നൽകിക്കൊണ്ട് CPM-ന്റെ അടിസ്ഥാന വോട്ടിനെ ചോർത്തിക്കളയുമെന്ന് ആശങ്ക ഉണ്ടായ സമയത്ത് VS അച്യുതാനന്ദൻ കേരളത്തിൽ കാസർഗോഡ് മുതൽ നീലേശ്വരം മുതൽ കേരളത്തിൽ പാറശാല വരെ സംസാരിച്ച് അതിനെ പൊളിച്ചു കളഞ്ഞൊരു VS അച്യുതാനന്ദനുണ്ട്. അതിനുശേഷം VS മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ടൊരു നിയമ പോരാട്ടം നടത്തുന്നുണ്ട്. ആ നിയമ പോരാട്ടം നടത്തുന്ന VS അച്യുതാനന്ദൻ തിരുവനന്തപുരത്ത് വിജിലൻസ് കോടതിയിൽ വന്നിറങ്ങി ഒരു ഹർജി കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. സാധാരണഗതിയിൽ അഭിഭാഷകരാണ് ഹർജി കൊടുക്കാറുള്ളതെങ്കിലും VS അവിടെ നേരിട്ട് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് VS അച്യുതാനന്ദൻ അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു കൊറോള കാറാണ്. ആ കാറിൽ വന്നിറങ്ങി VS സ്റ്റെപ്പ് കയറാൻ വയ്യാത്തതുകൊണ്ട് ലിഫ്റ്റിൽ കയറി രണ്ടാമത്തെ നിലയിലാണ് വിജിലൻസ് കോടതിയുള്ളത്. ആ കോടതിയിലേക്ക് വന്ന് ജഡ്ജിന്റെ മുന്നിലേക്ക് രണ്ടാമത്തെ കേസായിട്ടാണ് അത് പരിഗണിച്ചത്. ആ ജഡ്ജിന്റെ മുന്നിലേക്ക് ആ കേസ് പരിഗണിക്കുന്ന സമയത്ത് നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞൊരു VS അച്യുതാനന്ദനെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. അത് VS-ന്റെ അഴിമതിക്കെതിരായ നിയമ പോരാട്ടത്തിന്റെ ഒരു ഘട്ടമാണ്. പിന്നീട് വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും വെള്ളാപ്പള്ളിയെ നേരിടാൻ ഏറ്റവും മികച്ച ചാമ്പ്യൻ ആരാണ് CPM-ൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ VS അച്യുതാനന്ദൻ തന്നെയാണ്. കാരണം VS അച്യുതാനന്ദൻ ചെയ്തിട്ടുള്ള ആ പോരാട്ടം അത് CPM-ൽ ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത സമയമാണ്. ഇപ്പോ ഈ വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് 2015 എന്ന് തോന്നുന്നു. ആ വിവാദം ഉണ്ടാകുന്ന സമയങ്ങളിൽ VS അച്യുതാനന്ദൻ കണിച്ചുകുളങ്ങരയിൽ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. കണിച്ചുകുളങ്ങരയില് വെള്ളാപ്പള്ളിയുടെ തട്ടകത്തിലെത്തിയ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. മെർച്ചന്റ് ഓഫ് വെനീസില് ഷൈലോക്ക് എന്ന് പറയുന്ന കഥാപാത്രത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് VS അച്യുതാനന്ദൻ ആ പ്രസംഗം നടത്തുന്നത്. ആ പ്രസംഗത്തെ അത് ഷൈലോക്കിന് ഉപമിച്ചുകൊണ്ടാണ് VS അച്യുതാനന്ദൻ ആ പ്രസംഗം അന്നവിടെ നടത്തിയത്. അത് ഷൈലോക്കിനേക്കാളും കുഴപ്പക്കാരനാണ് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു VS പ്രസംഗം ഉണ്ടായിരുന്നത്. ആ തട്ടകത്തിലെത്തിയാണ് നടത്തിയത്. അങ്ങനെ VS സകലമാന അനീതിക്കെതിരായുള്ള പോരാട്ടത്തിന്റെ പ്രതിബിംബമായി കേരളത്തിൽ മാറുകയും ജനങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഇപ്പോൾ ആലപ്പുഴയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജനസാഗരം. അത് വളരെ ശരിയാണ്. കാരണം അഴിമതിക്കെതിരായി ഒരു പോരാട്ടം എന്നത് അദ്ദേഹത്തിന്റെ ഒരു ചോരയിൽ അലിഞ്ഞൊരു കാര്യമാണ്. നമുക്കറിയാം R ബാലകൃഷ്ണപിള്ള ഇടമലയാർ കേസിൽ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അതിനൊരാളേ ഉള്ളൂ അതിനൊരു കാരണമായിട്ട്, അത് VS തന്നെയായിരുന്നു എന്നറിയാം. പാർട്ടി പോലും അതിനകത്ത് അത്ര ഇൻവോൾവ്ഡ് ആയിരുന്നില്ല, സൈഫിനും അറിയാലോ. അപ്പോൾ ഇത് അദ്ദേഹം എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, അതായത് അഴിമതിക്കും വർഗീയതയ്ക്കുമെതിരെ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം തന്നെ. അതങ്ങനെ രൂപപ്പെട്ടു വരുന്നതിന് അദ്ദേഹം പാർട്ടിയിലെ സമുന്നതമായ ഘടകങ്ങളിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. കാരണം കോൺഗ്രസിനെ അഴിമതിയുടെ ഒരു സ്വരൂപമായും BJP-യെ വർഗീയതയുടെ സ്വരൂപമായും കണ്ടുകൊണ്ട് രണ്ടിനെയും എതിർക്കുക എന്നൊരു സമീപനം പാർട്ടി എല്ലാ കാലത്തും സ്വീകരിച്ചിരുന്നല്ലോ. പ്രത്യേകിച്ച് BJP ഒരു വലിയ വിപത്തായി വളർന്നു വരുന്നതിന് മുൻപുള്ള ഒരു കാലഘട്ടത്തിൽ അവർ ഭരണത്തിലുണ്ടാവുകയും അവരുടെ സാമ്പത്തിക നയങ്ങളോടുള്ള എതിർപ്പ് വളരെ ശക്തമായിരിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ ഞാൻ പറയുന്നത് UPA-യ്ക്കും മുമ്പുള്ള UPA സർക്കാരിനെ ഇടതുപക്ഷം പുറത്തു നിന്ന് സപ്പോർട്ട് ചെയ്യായിരുന്നു. അതിന് മുമ്പുള്ള കാലഘട്ടത്തിലെ ആ ഭരണത്തോടും ആ ഒരു സമീപനങ്ങളോടുമുള്ള ഒരു മുദ്രാവാക്യം എന്ന നിലയിലാണ് ഈ അഴിമതിക്കെതിരെയും വർഗീയതയ്ക്കെതിരെയും പോരാടുക എന്നൊരു സംഗതി വന്നത്. അത് VS-ന്റെ രാഷ്ട്രീയ മുദ്രാവാക്യമായി എല്ലാ കാലത്തും നിലനിന്നിരുന്നു. അതിനുപരിയായി അതിന് പുറത്തേക്ക് കൂടി അത് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് VS-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയായിട്ട് നമ്മൾ സമരരംഗത്ത് ഒരുപക്ഷെ കാണാൻ കഴിയുകയെന്ന് തോന്നുന്നു. അതൊരു പക്ഷേ AKG സജീവമായിരുന്ന കാലഘട്ടത്തിൽ AKGയുടെ പ്രവർത്തന മാതൃകകൾ അതായിരുന്നു. ഇപ്പോൾ അമരാവതി സമരത്തിന് പാർട്ടി തീരുമാനിച്ചെടുത്ത ഒരു സമരത്ത് അദ്ദേഹം പോയി അത് ആരംഭിക്കുകയായിരുന്നില്ല. പാർട്ടി ചുമതലപ്പെടുത്തിയ ഒരു സമരം നടത്തുകയായിരുന്നില്ല AKG. അമരാവതി സമരത്തിൽ അവിടെ തൊഴിലാളികൾ നടത്തിക്കൊണ്ടിരുന്ന സമരത്തിൽ AKG ചെന്ന് ചേരുകയായിരുന്നു. അതോടെ ആ സമരം വളരുകയായിരുന്നു. പിന്നീട് പാർട്ടി തന്നെ അത് അംഗീകരിക്കുകയായിരുന്നു എന്നതായിരുന്നു നില. നമ്മളിപ്പോൾ പറയുന്ന ഒരു സംഗതിയുള്ളൂ, SFIയുടെ ഒരു സമരം വേദിയിലേക്ക് VS എത്തുന്നു, ഒരു ഉദ്ഘാടന പ്രസംഗം നടത്തി മടങ്ങും, 15 മിനിറ്റ് കൊണ്ട് മടങ്ങും എന്ന് നമ്മൾ കരുതിയിരുന്നിടത്ത് അവിടെ കുത്തിയിരുന്ന് അവിടെ കിടന്നുറങ്ങി അദ്ദേഹം ആ സമരത്തെ വലുതാക്കുകയായിരുന്നു. അപ്പോൾ അത് ഏത് വിഷയത്തിലും VS ഇടപെടുന്നതോടുകൂടി അത് VS-ന്റെ ഒരു പോരാട്ടമായി മാറുന്ന ഒരു കാഴ്ച മറക്കാൻ കഴിയില്ല. സേഫ് VS-ന്റെ ഇപ്പോ സൂചിപ്പിച്ച പോലെ തന്നെ 1-2 VS-ന്റെ സമരരൂപങ്ങൾ, ആ സമരരൂപങ്ങളെ കുറിച്ചുകൂടി ഓർത്തെടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നുന്നു. VS-നെ കുറിച്ച് ഭരിക്കുമ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ ഈ ചെറുപ്രായത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു 10-60-70 വയസ്സുള്ള സമയങ്ങളിൽ പോരാട്ട വീര്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ ഒരു പോരാട്ട വീര്യം
ഉണ്ടാകും. പക്ഷേ 90 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യന്റെ ഒരു പോരാട്ട വീര്യത്തിന്റെ ഒരു സ്വഭാവ രീതി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി.എസ്. അച്യുതാനന്ദൻ മൂന്നാറിൽ പോയിരുന്ന ഒരു സമയമുണ്ട്. മൂന്നാറിൽ ആ റോഡിൽ ആ തണുപ്പത്തിരുന്ന ഒരു സമയം, അതിനെ നമ്മൾ ഓർത്തെടുക്കാതെ വി.എസിനെ കുറിച്ചുള്ള പെമ്പിള ഒരുമ സമരത്തിന് പോയ സമയത്ത് അത് വി.എസിന്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകൾ പറയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. വി.എസ് ഇവിടെ നിന്ന് പോന്നു. വി.എസ് അവിടെ പോയിട്ട് അവിടെ റോഡിന്റെ നടുക്ക് ഇരിക്കുകയാണ്. അപ്പോ ഈ ഭയങ്കരമായ മഞ്ഞ് സമയത്ത് വി.എസിനോട് പറയുന്നുണ്ട്, വൈകുന്നേരം സമയത്തുണ്ട്, ഒരു 5 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് വി.എസിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ആൾക്കാർ പറയുന്നുണ്ട്, നമുക്ക് റൂമിൽ പോയിട്ട് നാളെ വരാം എന്ന് പറയുന്നുണ്ട്. അപ്പോ വി.എസ് പറഞ്ഞതായിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇല്ല ഈ പ്രശ്നം പരിഹരിക്കാതെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് തണുക്കുന്നുണ്ട്, നിങ്ങളൊരു കോട്ട് വാങ്ങി തരൂ എന്ന് പറഞ്ഞിട്ട് ആ കോട്ട് വിട്ടിരിക്കുന്ന വി.എസിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണണം. അത് ഓർക്കേണ്ടത് ബാക്കി എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും പൊമ്പിള ഒരുമ അവിടെ അടുപ്പിച്ചില്ല, ഭാഗത്തേക്ക് അടുപ്പിച്ചില്ല. അവിടെയാണ് വി.എസിനെ മാത്രം അവർ സ്വീകരിച്ചിരുത്തി വി.എസിനോട് കാര്യങ്ങൾ പറയുന്നത്, വി.എസ് അത് മുഴുവൻ കേൾക്കുന്നത്. അതൊരു ഒരു വളരെ അപൂർവമായ ഒരു തൊഴിലാളി വർഗ നേതാവിൻ്റെ യഥാർത്ഥമായ വേരുകളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരാളെ കൂടിയാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പം അതൊരു വല്ലാത്ത പ്രതിഭാസമായിരുന്നു. അത് അങ്ങനെ പറയുകയാണെങ്കിൽ ഇത് ഏത് സമരത്തിൻ്റെ കാര്യത്തിലായാലും അദ്ദേഹം തന്നെ നേരിട്ട് ഏറ്റെടുത്തു. അപ്പോൾ നിയമയുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. നിയമയുദ്ധങ്ങൾ മൈക്രോ ഫൈനാൻസിനെതിരെ ആവട്ടെ, ഇടമലയാർ കേസിലാവട്ടെ, അതുപോലെ അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള പലതരം കേസുകളിലാവട്ടെ, അതെല്ലാം തന്നെ രാഷ്ട്രീയ പോരാട്ടങ്ങളാണ്. നിയമവേദികളിൽ നടക്കുന്ന രാഷ്ട്രീയ പോരാട്ടമായി അതിനെ മാറ്റാൻ വി.എസിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളായി മാറുന്നത്. അതെ, വി.എസ് നടത്തിയ ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടങ്ങളിൽ ഒന്നായി, ഏറ്റവും അവസാന കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ ഈ പോരാട്ടങ്ങൾ ഒന്നായിട്ടാണ് നമുക്ക് അതിൽ കൂടി ഇപ്പോ ഈ സൂചിപ്പിച്ച പോലെ ഈ പെമ്പിള ഒരുമ സമരവുമായി ബന്ധപ്പെട്ട് പ്രമോദ് ഇപ്പോ സൂചിപ്പിച്ച പോലെ തന്നെ ഒരൊറ്റ രാഷ്ട്രീയ നേതാവിനെ അവിടത്തേക്ക് അടുപ്പിച്ചിട്ടില്ല. ഏത് പാർട്ടിയുടെ ഒരു നേതാവിനെ അങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്ന് അവിടുത്തെ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അൻപാട ഉയർമക്കളെ എന്നാണെന്ന് തോന്നുന്നു വി.എസ്. അച്യുതാനന്ദൻ അന്ന് പറഞ്ഞ ആ വാചകം, തുടക്കം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ തുടക്കം അങ്ങനെയാണെന്നാണ് എന്റെ ഓർമ്മ. അത് സ്വീകരിച്ച് അവർ മാലയിട്ട് വി.എസ്. അച്യുതാനന്ദനെ അവിടെ ഇരുത്തി വി.എസിനോട് ഇവരിങ്ങനെ വിഷമം പറയുന്ന ഒരു ദൃശ്യം, അത് ലോകത്തൊരു അല്ലെങ്കിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനും ആ സമയത്തൊരു അങ്ങനെ ഒരു രാഷ്ട്രീയ സമരമല്ലാത്തൊരു വേദിയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനോടുള്ള സ്നേഹമാണ്. അദ്ദേഹം വന്നാൽ എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ള തോന്നലാണ്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഇന്നലെ കെ.ആർ. സാജു റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, ഞാൻ ഇന്നലെ അത് പറയുന്നുണ്ടായിരുന്നു, കെ.ആർ. സാജു റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വാചകം പറയുന്നുണ്ടായിരുന്നു, വി.എസ്. അച്യുതാനന്ദൻ മതികെട്ടാനിൽ എന്ന് പറഞ്ഞാൽ അവിടെ മതികെട്ടാനിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് തോന്നലുണ്ടാകും. വി.എസ്. അച്യുതാനന്ദൻ മുല്ലപ്പെരിയാറിൽ എന്ന് പറഞ്ഞാൽ ആ ഒറ്റ വാചകം മതി, മുല്ലപ്പെരിയാറിൽ എന്തോ അനീതി നടക്കുന്നുണ്ട് എന്ന് തോന്നലുണ്ടാകും. അങ്ങനെ വി.എസ്. ഇന്നയെടുത്ത് എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ അനീതി നടക്കുന്നു എന്നുള്ള തോന്നലിലേക്ക് ജനങ്ങളെ മൊത്തം എത്തിക്കാൻ വേണ്ടി ഈ മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ ജനപ്രീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കാതലായിട്ടുള്ള ഭാഗം. അത് രാഷ്ട്രീയത്തിൽ വി.എസ്. അച്യുതാനന്ദൻ എടുത്ത ജനകീയ ഇടപെടലുകൾക്ക് അപ്പുറത്തേക്ക് അദ്ദേഹം പാർട്ടിക്കുള്ളിൽ നടത്തിയ ആഭ്യന്തര യുദ്ധമുണ്ട്. ആ ആഭ്യന്തര യുദ്ധത്തെ കൂടി നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ആഭ്യന്തര യുദ്ധം ഒരു വിട്ടുവീഴ്ചയുമില്ല. ഞാൻ എടുക്കുന്ന നിലപാടിനകത്ത് ശരിയുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്, അതുകൊണ്ട് ഞാനൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന ബോധ്യത്തിന്റെ പേരിൽ പാർട്ടിയോട് യുദ്ധം പ്രഖ്യാപിച്ച് ആ പാർട്ടിയോട് തിരുത്താൻ വേണ്ടിയുള്ള എല്ലാ സമീപനങ്ങളും വി.എസ്. എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്. അതിനെയും ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് ആലപ്പുഴയിൽ വി.എസിന്റെ തട്ടകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. പ്രമോദ്, യെസ്, ഓഫ് കോഴ്സ്, അത് തന്നെ, അത് വളരെ പ്രധാനമാണ് സേഫെ. ഇപ്പോൾ ഈ നമ്മൾ പറയുമല്ലോ, ഇപ്പം മതികെട്ടാൻ മല കയറിയ ഒരു ഘട്ടം എത്തിയപ്പോൾ ശ്രീകുമാർ എഴുതിയിട്ടുണ്ട്, ഞാൻ കണ്ടു ദേശാഭിമാനിയുടെ.